വിഴിഞ്ഞത്ത് കലാപമുണ്ടാക്കി പദ്ധതി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചവരാണ് കോൺഗ്രസും ബി.ജെ.പിയും എന്ന് CPI സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ക്ഷണിക്കേണ്ടവരുടെ പട്ടികയിൽ തീരുമാനമെടുത്തത് പ്രധാനമന്ത്രിയുടെ ഓഫീസാണെന്നും MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. അതായത് വിഴിഞ്ഞം പദ്ധതി ഇവിടെ അവസാനിപ്പിക്കും. വിമോചന സമരത്തിൻ്റെ തുടർച്ചയായിട്ട് വരാൻ പോവുകയാണ്. പോലീസ് സ്റ്റേഷനിലേക്ക് അതിക്രമം, പോലീസ് വെടിവെപ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പ്രവർത്തനം, വിഴിഞ്ഞം പദ്ധതിയെ ഒരു ഇഞ്ച് മുന്നോട്ടേക്ക് പോകാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞത് കോൺഗ്രസ് ആണ്, എന്ന് പറഞ്ഞത് BJP ആണ്, എന്ന് പറഞ്ഞത് UDF ആണ്, എന്ന് പറഞ്ഞത് സംഘപരിവാർ വിഭാഗമാണ്. അത്രയും കാര്യം നിങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾ കാണിക്കരുത്. നിങ്ങൾ അതാ ഞാൻ പറയുന്നത്, പറയുന്നത് അധികം വിശദീകരിക്കണ്ട, നിങ്ങളത് കാണിക്കും. അതായത് ഇടക്കാലത്ത് ഈ പ്രവർത്തനം മുഴുവൻ നിർത്തിവെച്ച് ഈ പരിപാടി മുഴുവൻ വേണ്ടെന്ന് വെക്കണം, വിഴിഞ്ഞം പദ്ധതി വേണ്ട എന്ന് UDFും BJPയും ഓരോരുത്തരും അവിടെ പോയിട്ട് കലാപം ഉണ്ടാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് കലാപത്തിൻ്റെ ഭാഗമായിട്ട് പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് പോലീസുകാർക്ക് പരിക്കേറ്റ് ആ രീതിയിലുള്ള സംഭവങ്ങൾ നടത്തിയിട്ടുള്ള UDFിൻ്റെയും BJPയുടെയും കൃത്യമായ സ്റ്റേറ്റ്മെൻറ്റ് നല്ല ധൈര്യം ഉണ്ടെങ്കിൽ, നാട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ പ്രസിദ്ധീകരിക്കും. നിങ്ങൾ പ്രതിപക്ഷ നേതാവിനൊന്നും അപമാനിച്ചിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെല്ലാം ശരിക്കും വിളിക്കുക ചെയ്ത് പിന്നെ ഇതെല്ലാം ലിസ്റ്റിൽ നിന്ന് പറഞ്ഞില്ലേ, പത്രത്തിലും പറഞ്ഞല്ലോ, വാസവൻ തന്നെ പറഞ്ഞല്ലോ, ലിസ്റ്റെല്ലാം കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിലാണ് കൊടുത്തത്. അവരാണ് തീരുമാനിച്ചത് ആളെ. അങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ വരുന്നത്. എന്താ ഞങ്ങളാരും വരാത്തത്? വിശദാംശങ്ങളുമായി ഷീജ ചേരുകയാണ്. ഷീജ, ഇപ്പോൾ വിഴിഞ്ഞം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളുമായി കോൺഗ്രസും BJPയും വരുന്നൊരു ഘട്ടത്തിൽ ഈ പദ്ധതി തന്നെ തടസ്സപ്പെടുത്താൻ എങ്ങനെയൊക്കെ പ്രവർത്തിച്ചു, എങ്ങനെയൊക്കെ ആ കാലത്ത് പല കാലങ്ങളിലായി പ്രവർത്തിച്ചു എന്നാണോ ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരെ അടക്കം ഓർമ്മിപ്പിച്ചത്? ആർജവമുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങൾ വീണ്ടും കാണിക്കൂ എന്നൊക്കെ അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്നുണ്ടല്ലോ. തീർച്ചയായും ശരത്, കാരണം ഈ വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായതിന് പിന്നിൽ അത് LDFിന്റെ ഇച്ഛാശക്തി തന്നെയാണ്. അത് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. കാരണം ഈ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരു ഘട്ടത്തിൽ പോലും ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് LDF ആവശ്യപ്പെട്ടിട്ടില്ല. LDF ഈ ഒരു ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പോലും അതിന്റെ അടിസ്ഥാന കരാറിൽ മാറ്റം വരുത്തണം എന്നുള്ള കാര്യമാണ് ആവശ്യപ്പെട്ടിരുന്നത്. അതും LDF സർക്കാർ വന്നതിന് ശേഷം അടിസ്ഥാന കരാറിൽ മാറ്റം വരുത്തിയാണ് മുന്നോട്ട് പോയത്. പക്ഷേ എന്താണ് UDFും BJPയും അവിടെ ചെയ്തിട്ടുള്ളത്? കാരണം അവിടെ ഈ പദ്ധതിയെ ഏത് വിധേനയും തടസ്സപ്പെടുത്തുക എന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് വിഴിഞ്ഞത്ത് സമരത്തിന്റെ ഭാഗമായി ചെയ്തിട്ടുള്ളത്. അവിടെ ഒരു കലാപമുണ്ടാക്കാനുള്ള ഒരു ശ്രമം പോലും ഇവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി. അക്കാര്യങ്ങൾ ഒന്നും തന്നെ ഓർമ്മിപ്പിക്കേണ്ടതില്ലല്ലോ എന്നുള്ള കാര്യം കൂടി അദ്ദേഹം ചോദിക്കുന്നു. ഏതായാലും വിഴിഞ്ഞം തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തരത്തിലും ഒരു ഘട്ടത്തിലും LDF ഈ പദ്ധതി നിർത്തിവെക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഈ പദ്ധതി നടപ്പാക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോയിട്ടുള്ളത്, LDFും മുന്നോട്ട് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഇത് യാഥാർത്ഥ്യമായിട്ടുള്ളത്. പക്ഷേ ആ രീതിയിലല്ല പ്രതിപക്ഷത്തിന്റെയും BJPയുടെയും സമീപനം ഈ വിഷയത്തിൽ. അതിനൊപ്പം തന്നെ ഇപ്പോൾ ക്ഷണിച്ചതുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതൊന്നും തന്നെ സംസ്ഥാന സർക്കാർ അല്ല ചെയ്യുന്നത്. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക കേന്ദ്രം അംഗീകരിക്കുകയാണ് വേണ്ടത്. അല്ലെങ്കിൽ എന്നെയും അതിൽ ഉൾപ്പെടുത്തണ്ടേ എന്നുള്ള കാര്യം ഗോവിന്ദ മാസ്റ്റർ, അതായത് ഞാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്, അപ്പോൾ എന്നെയും അതിനകത്ത് ഉൾപ്പെടുത്തണ്ടേ എനിക്കും ആവശ്യപ്പെടാമല്ലോ. പക്ഷേ ഞാൻ സ്വീകരിക്കുന്ന നിലപാടെന്ന് പറയുന്നത് അവിടെ എനിക്ക് പോകാൻ കഴിയുന്ന സമയത്ത് എവിടം വരെ പോകാൻ കഴിയുമോ ആ ഉദ്ഘാടന ചടങ്ങിൽ അവിടെ എത്തി അവിടെ ഇരുന്ന ആ ചടങ്ങ് വീക്ഷിക്കുക എന്നുള്ളതാണ് തന്റെ തീരുമാനം. അല്ലാതെ അതിനെ ബഹിഷ്കരിക്കുന്ന ഒരു തീരുമാനമല്ല ഈ വിഷയത്തിൽ സ്വീകരിക്കേണ്ടത് എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം അടിവരയിട്ട് വ്യക്തമാക്കിയത്. ശരി ഷീജ.